എല്ലാവർക്കും ഇടുക്കിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു ലിവർ ഫ്രൈ ആണ്. നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ലിവർ ഫ്രൈ ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബീഫിൻ്റെ 1/2 കിലോയോളം ലിവർ പാർട്സും അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ പാർട്സുമാണ്. മസാലയ്ക്കായി കുറച്ച് ചുവന്നുള്ളി, ഒരു 5-8 വെളുത്തുള്ളി, 2-3 പച്ചമുളക്, 2 പീസ് ഇഞ്ചി, കുറച്ച് വേപ്പില എന്നിവയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ കുഞ്ഞുള്ളി ഒഴികെ ബാക്കി എല്ലാ ചേരുവകളും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാലയുടെ അരപ്പ് നന്നായി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ലിവർ ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ ലിവർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഈ ലിവറിൻ്റെ പാർട്സ് നമ്മൾ നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വിനാഗിരിയും ഉപ്പും കൂടി ചേർത്ത് ഒരു 1/2 മണിക്കൂറോളം നന്നായി തിരുമ്പി വെക്കണം. നമ്മളിവിടെ ലിവർ ഫ്രൈ തയ്യാറാക്കുന്നത് ഒരു നാടൻ ചീഞ്ചട്ടിയിലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അടി കട്ടിയുള്ള പാത്രത്തിലായിരിക്കും ഇതുപോലെ ഫ്രൈ ഒക്കെ ചെയ്യാൻ നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. നമ്മൾ നേരത്തെ അരപ്പിൽ മല്ലിപ്പൊടി ചേർത്തിരുന്നില്ല. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ലിവർ പാർട്സൊക്കെ ഇതിലിട്ട് കൊടുക്കാം. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായി വെള്ളം ഉണ്ട് അതിൽ. നമുക്കത് വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്രൈ ആവണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി ഇട്ടിട്ട് നന്നായി വരട്ടിയെടുക്കാം. നമ്മളിപ്പോൾ ഈ ലിവർ ഫ്രൈ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ടേസ്റ്റിയായ നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.